പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത് 11ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ജ്യോതി മൽഹോത്ര എന്നൊരു യൂട്യൂബറാണ്. അവർ ഹരിയാനയിൽ നിന്നുള്ളൊരു ട്രാവൽ ബ്ലോഗറാണ്. അവർ 3 പ്രാവശ്യം പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തതാണ്. 4ാമത്തെ പ്രാവശ്യം പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവർക്ക് പിടി വീണു. ഇവർക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരാൾക്ക് പാകിസ്ഥാനിൽ പോകാൻ ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വിസ. ഒരു പ്രശ്നം തന്നെയാണ്. പോട്ടെ, ഒരു പ്രാവശ്യം കിട്ടി, നമ്മൾ അവിടെ പോയി കണ്ടു, ഒരു ബ്ലോഗറാണല്ലോ, ശരി, സമ്മതിച്ചു. പിന്നെയും വിസ കിട്ടുക മാത്രമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞ് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ ബ്ലോഗ്സ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പാകിസ്ഥാൻ ഒരു ക്ലീൻ ഇമേജ് കൊടുത്തിട്ടുള്ള, പോസിറ്റീവ് ഇമേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു നറേഷനാണ്. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്ററായ മറിയം നവാസ് മത്തുള്ള വീഡിയോ, അവർക്ക് ഹൈ പ്രൊഫൈൽസ് ആണല്ലോ. അവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സംശയത്തിനിടയാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2023 ആദ്യമായിട്ട് ജ്യോതി പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിസയുടെ ആവശ്യത്തിന് വേണ്ടി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ പോയപ്പോഴാണ് ഈ ഡാനിഷ് എന്ന വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ അത് ഒരു നല്ല രീതിയിൽ അവർ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടുപോയി. പിന്നീട് അവിടെ നടന്ന ഇഫ്താർ പാർട്ടിയിലൊക്കെ ജ്യോതി അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്ലോഗ് അവർ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഈ ഡാനിഷ് ബാക്കി ഒഫീഷ്യൽസിനൊക്കെ ഈ ജ്യോതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അതിൽ അവർ പറയുന്നുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്, ഐ ആം സോ എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ അവർ അത് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പഹൽഗാം അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ്, അതായത് അതിന് മുമ്പായിട്ട് ഇവർ പാകിസ്ഥാനിൽ പോയി. അത് കഴിഞ്ഞ് അവർ പാകിസ്ഥാനിൽ തിരിച്ചു വന്ന് അവർ കാശ്മീരിൽ വന്നു. അത് കഴിഞ്ഞ് പഹൽഗാമിൽ പോയി. അവിടെ നിന്ന് അവർ നല്ലൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ അറ്റാക്ക് നടന്ന സെയിം സ്പോട്ട് തന്നെ. അപ്പോൾ നല്ല രീതിയിൽ അവർ അതിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇവർ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തതാകണം, ഇല്ലേ? അങ്ങനെ നമുക്കത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഒഫീഷ്യൽസുമായിട്ട് ഇവർക്ക് നല്ല കണക്ഷനുണ്ട്. അപ്പോൾ ഇവർ ഏത് രീതിയിലാകാം ഇവർ ഇൻഫർമേഷൻ പാസ് ചെയ്തത്? ഇവർ ബ്ലോഗറാണല്ലോ. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ പോയി ഒരു ബ്ലോഗ് എടുത്താൽ പോരെ? അവിടുന്ന് ഒരു ഫോട്ടോയും വീഡിയോസും, അതായത് ജിയോ ടാഗ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ടാഗ് ചെയ്തുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെങ്കിൽ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ കഴിയും, കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇവർക്ക് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്താൽ മതി. സെൻസിറ്റീവ് ഏരിയാസ് എന്ന് ഇവിടെ പറയുന്നത് മിലിറ്ററി കണ്ടോൺമെൻറ്റ് ഏരിയ, PSF ക്യാമ്പ്സ്, പിന്നെന്താ എയർബേസ്, എയർപോർട്ട്, ഇതൊക്കെ അവിടേക്ക് ചെന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് ഈ ടാഗ് ചെയ്തുകൊണ്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടും. പാകിസ്ഥാൻ ശരിക്കും ഇവരിങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടി. പക്ഷേ അതിന് മുമ്പ് ഇവർക്ക് പിടി വീണത് കാരണം അതങ്ങ് ഫ്ലോപ്പായി പോയി. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അവിടുത്തെ ഹൈ ഒഫീഷ്യൽസ്, അവിടുത്തെ ഇൻ്റലിജൻസ് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ നമ്പർ ഇവരുടെ ഫോണിൽ സേവ്ഡ് ആണ്, വേറെ പേരുകളിൽ. നല്ല രീതിയിലുള്ള ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ഇതിൽ വേറൊരു രസമുണ്ട്. ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഇവരൊരു വീഡിയോയുമായിട്ട് വന്നായിരുന്നു. അറ്റാക്കിനെ ഇങ്ങനെ വളരെ അപലപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ. അതിലും ഇവർ ഇന്ത്യൻ ഗവൺമെൻറ്റിനെയാണ് കുറ്റം പറയുന്നത്. ഇന്ത്യയുടെ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാക്ക് നടന്നതെന്ന്. ഇവരൊന്നും ഇനി പുറം ലോകം കാണരുത്. അത്രയ്ക്കും തക്കതായ പണിഷ്മെൻറ്റ് കൊടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ള ഒരുത്തനും ഇതുപോലുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്യാൻ ഇനി ഇറങ്ങരുത്. അത്രയ്ക്കും തക്കതായ പണിഷ്മെൻറ്റ് ഇവർക്ക് കൊടുക്കണം.